Welcome back to another vlog. ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോഡ് ബുക്കായിട്ടുണ്ട്. ഫസ്റ്റ് ലോഡ് നമുക്ക് എവിടെ നിന്നാണ് കയറ്റേണ്ടതെന്ന് വെച്ചാൽ ടി നഗറിൽ നിന്ന് നമുക്ക് പുളിയാന്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു ടി നഗറിൽ നിന്ന്. ഇനിയിപ്പോൾ പുളിയാന്തോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അണ്ണാസാലയാണ്. ജെമിനി ഫ്ലൈ ഓവർ കയറുന്നു. സമയം 9:30 നല്ല ട്രാഫിക്കുള്ള സമയം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ഗ്രീംസ് റോഡിലേക്ക് കയറി. ഇവിടുന്ന് എഗ്മോറിൽ നിന്ന് ചൂളയിൽ നിന്ന് പുളിയാന്തോപ്പ്, അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിയർ ബൈ എഗ്മോറിൻ്റെ അവിടേക്കൊക്കെ എത്തി. നമ്മൾ എക്സാക്റ്റ് എഗ്മോറിലാണ് നമ്മൾ ഉള്ളത്. സാധാരണ ഇവിടെ ഒരു 7:30 തൊട്ട് 11-11:30 വരെ നല്ല തിരക്ക് തന്നെയായിരിക്കും. അത് ചെന്നൈ കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങാണ്. ട്രാഫിക് തന്നെയായിരിക്കും ഈ സമയങ്ങളിലൊക്കെ. അതേപോലെ വൈകുന്നേരം നേരത്താണെങ്കിൽ ചെന്നൈ സിറ്റിയുടെ ഉള്ളിൽ തിരക്ക് 3:30 സ്റ്റാർട്ട് ചെയ്യും സ്കൂൾ വിടാൻ. ആ 3:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 10-11 മണി വരയ്ക്കും നല്ല തിരക്ക് തന്നെയായിരിക്കും. ഓഫീസ് ടൈമിങ് എല്ലാ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ പുളിയാന്തോപ്പ് എത്തി, ഇറക്കിയിട്ട് കാണാം. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അടുത്ത ലോഡ് നമുക്ക് മാതാവരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ലോഡ് കയറ്റാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോഡ് കയറ്റേണ്ട കമ്പനിയുടെ ഉള്ളിലേക്ക് റിവേഴ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് റിവേഴ്സ് ഇട്ട് കൊടുത്ത് അവർ കയറ്റിക്കോളും. അപ്പോൾ ഈ കമ്പനിയിൽ നിന്നാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. അപ്പോൾ റിവേഴ്സ് വെച്ചു. അപ്പോൾ ലോഡൊക്കെ കയറ്റി ഇനിയിപ്പോൾ ബില്ല് റിസീവ് ആവണം. നമുക്ക് ബില്ല് റിസീവ് ആവണമെന്നുണ്ടെങ്കിൽ ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് വേണം. അപ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് ബില്ലൊക്കെ റിസീവായി നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ ഈ ലോഡ് എടുത്ത് നമ്മൾ പോകുന്നത് അമ്പത്തൂരിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ആന്ധ്ര ബൈപ്പാസാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോവും. അമ്പത്തൂർ ആവടി റോഡിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉണ്ട് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. സമയം ഇപ്പോൾ 12:15 ആവുന്നു ഉച്ചയ്ക്ക്. ഈ റോഡ് എപ്പോഴും കുറച്ച് തിരക്ക് കുറവ് തന്നെയായിരിക്കും. അത് ഷീ ടോയ്ലറ്റാണ്, പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ റോസ് കളറിൽ ഞങ്ങളവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ആവടി റോഡിലേക്കാണ് കയറുന്നത്. ഇത് ആവടി അമ്പത്തൂർ റോഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാനുണ്ട്. അപ്പോൾ ഇത് ആ കോർണറിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ കമ്പനി, ഇറക്കേണ്ട കമ്പനി. അപ്പോൾ നമുക്കത് ഇറക്കിയിട്ട് കാണല്ലേ ഗായ്സ്. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി ഇറക്കിയിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അടുത്ത ലോഡ് ഇവിടെ നിന്നാന്ന് വെച്ചാൽ ഇവിടെ ആവടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ആവടിയിൽ നിന്ന് നമുക്ക് പോകേണ്ടത് പൊത്തേരിയാണ്. ഇപ്പോൾ ലോഡൊക്കെ കയറ്റി നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ചെറിയൊരു മോട്ടറാണ് കയറ്റിയിട്ടുള്ളത് ലോഡെന്ന് പറയാൻ. അപ്പോൾ ലോഡ് കയറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പട്ടാഭിരാമം എത്തി. നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ കയറും. ഇപ്പോൾ റിംഗ് റോഡിൽ കയറി നമ്മൾ ഇനിയിപ്പോൾ റിംഗ് റോഡിൽ 2 ടോൾ വരും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ടോളിൽ കള്ളന്മാരുണ്ട്, ശ്രദ്ധിക്കുക. ബാലൻസ് ഉണ്ട്, എന്നാലും അവന്മാർ ബാലൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് തല്ലോട്ടൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് പൂന്തമല്ലിയുടെ അടുത്തുള്ള ടോളായിരുന്നു അത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. അതൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മൾ പൊത്തേരി ഇനിയും ഒരു 32 കിലോമീറ്റർ ഉണ്ട്. ടോട്ടൽ നമ്മൾ കയറ്റിയ സ്ഥലത്ത് നിന്ന് പൊത്തേരിയിലേക്ക് 56 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് എടുത്ത് പോണതുകൊണ്ട് നമുക്ക് വലിയ തിരക്കില്ല. ഇപ്പോൾ അടുത്ത ടോളും നമുക്ക് വന്നു. ഇത് വരദരാജപുരം ടോൾ എന്ന് പറയും. അപ്പോൾ വരദരാജപുരം ടോളും കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം ഏതാണ്ട് 1:45-2 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നത് വണ്ടലൂർ പോണ റോഡാണ്. അപ്പോൾ ഈ റോഡും ഈ ബൈപ്പാസ് ചെന്ന് ഇറങ്ങുന്നത് വണ്ടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ കിളമ്പാക്കം എത്തി.
അപ്പോൾ നമ്മൾ ഗൂഡുവാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഒരു 6 കിലോമീറ്റർ ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞ് പോകണം. അപ്പോൾ ഇതേ റെയിൽവേ ക്രോസ് എത്തി. ഇനി ഇവിടെ നിന്ന് ആകെ ഒരു 2 കിലോമീറ്ററിലുള്ള നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷൻ. ഇത് ഇറക്കിയിട്ട് വേണം വല്ലത് കഴിക്കാൻ. അപ്പോൾ നമ്മളിത് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ടൊക്കെ എത്തി തുടങ്ങി കൂട്ടുകാരെ. അപ്പോൾ ഇത് നമ്മൾ ഇറക്കി അടുത്ത ലോഡ് കയറ്റാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലോഡ് നമുക്ക് മറൈമാൾ നഗറിൽ നിന്ന് നമുക്ക് പോകേണ്ടത് പടപ്പയാണ്. പടപ്പ. അപ്പോൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. നമ്മളിത് ബില്ല് റിസീവ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു സ്ഥലത്തേക്ക്. അപ്പോൾ ബില്ലും റിസീവായി നമുക്ക് ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനായിരുന്നു. അപ്പോൾ ഇത് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് നമുക്ക് പോകണം. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ടും 22 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പടപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. ഈ റോഡ് നേരെ പോവുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെന്ന് കയറും, ഒറകടം ബൈപ്പാസിൽ ചെന്ന് കയറും. അപ്പോൾ സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 3:50 4 മണിയൊക്കെ ആവണം. അപ്പോൾ നമ്മൾ പടപ്പയിൽ വന്ന് പടപ്പയല്ല, നമ്മൾ ഒറകടം ബൈപ്പാസിൽ വന്ന് കയറി. ഒറകടം ശ്രീ പറമ്പത്തൂർ ബൈപ്പാസാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഇറക്കേണ്ട ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഭാരത് ബെൻസിൻ്റെ മാനുഫാക്ചറിങ് യാർഡാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് യു ടേൺ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ യു ടേണൊക്കെ എടുത്തു. അപ്പോൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്തൊക്കെ എത്തി തുടങ്ങി നമ്മൾ. ഞാൻ ഇതിനു മുമ്പും ഈ കമ്പനിയിൽ ലോഡ് ഇറക്കാൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ രാത്രിയിൽ വരാൻ ഭയങ്കര ടഡറായിട്ടുണ്ട്. ഈ റോഡിൽ ലൈറ്റ് ഒരു തരി പോലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കേണ്ട സ്ഥലം ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ബ്ലൂവെൽ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇതാ നേരെ കാണുന്ന ആ ബിൽഡിംഗ്, ആ കമ്പനി. അപ്പോൾ ഇറക്കിയിട്ട് കാണാം ഗായ്സ്. ഇപ്പോൾ സമയം ഏതാണ്ട് 10 മണിയായിട്ടുണ്ട്. നമ്മളുള്ളത് ഒറകടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് 24 മണിക്കൂർ വണ്ടി ഓടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ സമയം കണ്ടോ, 10 മണി. നമുക്ക് 10 മണി കഴിഞ്ഞ് നമുക്ക് കുറേ നേരം കഴിഞ്ഞ്, അതായത് 11:50 ആയപ്പോഴാണ് ഒരു ലോഡ് നമുക്ക് ബുക്കായത് തിരുമുടിവാക്കത്തേക്ക്. അപ്പോൾ തിരുമുടിവാക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബില്ലൊക്കെ കയ്യിൽ കിട്ടുമ്പോഴേക്കും സമയം ഏതാണ്ട് 1:30 ആയിട്ടോ. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. എന്തായാലും ഈ ലോഡ് കൊണ്ടുപോയി ഇറക്കണം. ഇനി അടുത്തത് വല്ലതും കിട്ടുമോ എന്തെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി ഇറക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വള്ളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തിരുമുടിവാക്കത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിയർ ബൈ ഹുണ്ടായി സിപ്പാടിൻ്റെ അവിടെ എത്തി. ഇനി നമുക്കൊരു 11 കിലോമീറ്റർ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക്. ഒന്നര നേരത്താണ്, 1:45 കേട്ടോ ടൈം. കണ്ടോ എത്ര തിരക്കാന്നൊക്കെ ഈ റോഡിലൊക്കെ. അപ്പോൾ നമ്മൾ നിയർ ബൈ റിംഗ് റോഡ് ബൈപ്പാസിൻ്റെ അവിടേക്ക് എത്തി. തിരുമുടിവാക്കം ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഏതാണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കൊണ്ടുപോയി ഇറക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ഇവിടെ തിരുമുടിവാക്കം തന്നെ ജസ്റ്റ് ഒരു 2 കിലോമീറ്ററിലാണ് പിക്കപ്പ് എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇറക്കേണ്ടതും തിരുമുടിവാക്കത്തിൽ തന്നെ. അപ്പോൾ നമുക്കത് പോയി കമ്പനിയിൽ ലോഡ് എടുക്കാം. സമയം അപ്പോൾ ഈ കമ്പനിയിലാണ് നമുക്ക് ലോഡ് കയറ്റേണ്ടത്. ഇത് ഇട്ടിരിക്കുകയാണ്. സമയം 2:45 ആവണം. അങ്ങനെ ഗൈസ് ബില്ലൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ സമയം 3 മണിയായി കേട്ടോ. 3:05 ഇപ്പോൾ.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറക്കേണ്ട സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കേണ്ട സ്ഥലം ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ EVA ബില്ല് കിട്ടാൻ ടൈമായി. അപ്പോൾ നമ്മൾക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. നല്ല ഉറക്കം വരുന്നു ഗായ്സ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് അടുത്ത ലെഫ്റ്റ് എടുത്ത് പോകണം. അപ്പോൾ ഏതാണ്ട് അടുത്തൊക്കെ എത്തി തുടങ്ങി നമ്മൾ കമ്പനിയിൽ. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഓരോ കമ്പനികളാണ്. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് അടുത്ത് തുടങ്ങി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് താഴെ ഡൗൺ ഇറങ്ങണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ കമ്പനിയും ഉള്ളത്. അപ്പോൾ അത് കൊണ്ടുപോയി ഇറക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 3:50 ആവാറായി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സമയം ഏതാണ്ട് 3:50, 4 മണിയാവണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നിയർ ബൈ ആ വീടിൻ്റെ അവിടെയൊക്കെ എത്തി തുടങ്ങി. നമ്മുടെ സ്ഥലത്ത് എത്തി തുടങ്ങി ഗൈസ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ പറയാം. Enjoy the today's vlog and see you on next vlog. Till then, bye bye.